ുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത്? ഉത്തരം സോജ രാജകുമാരി. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി? ഉത്തരം സർപ്പയജ്ഞം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ? ഉത്തരം പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ ബേപ്പൂരിൽ താമസിച്ച വീടിൻ്റെ പേര്? ഉത്തരം വയലാലിൽ വീട്. ബഷീർ ഏകാന്ത വീതിയിലെ ആവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം പ്രൊഫസർ MK സാനു. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ്? ഉത്തരം പ്രേം നസീർ. ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത്? ഉത്തരം മധു. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1983. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കുഞ്ഞുപാത്തുമ്മ. കാടായി തീർന്ന ഒറ്റ മരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ MN വിജയൻ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏതു തൂലിക നാമത്തിലായിരുന്നു? ഉത്തരം പ്രഭ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? ഉത്തരം കടുവാക്കുഴി ഗ്രാമം. കൊച്ചു നീലകണ്ഠൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം ഉജ്ജീവനം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബാലസാഹിത്യം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ? ഉത്തരം ബാല്യകാലസഖി. എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിലെ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം നിസാർ അഹമ്മദ്. ബഷീറിൻ്റെ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ?